എവിടെ പോയതാ? അതല്ലേ, കുറച്ച് പ്രസാദം. ഇന്നലെ അവിടെ ശങ്കരു പണിക്ക് വന്നിരുന്നല്ലോ അല്ലേ? ഈ സിമെന്റ് പണിയൊക്കെ ചെയ്യണ കറുത്തിട്ടൊരാള് താടിയൊക്കെ വെച്ചിട്ട്. അവൻ വല്ലതും തന്നോ? ഒരു സാധനം കൊടുത്തയച്ചിരുന്നു. ആ കത്ത് അത് പിന്നെ ഞാൻ കൊടുത്തയച്ചതാ. അല്ല, ഇഷ്ടല്ലെങ്കിൽ എന്തിഷ്ടം? എന്താ നിന്റെ മനസ്സിലെ വിചാരം? എനിക്കിതൊന്നും ഇഷ്ടമല്ല. വൃത്തികെട്ട സ്വഭാവം. ഇനി മേലിൽ എന്നോട് സംസാരിക്കരുത്. ഒരു കാമുകൻ. അതൊന്നും സാരില്ലടാ, നീ സമാധാനിക്ക്. അവൾ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാരില്ലെന്നേ. ആദ്യത്തെ ഈ മൂക്കിയിട്ടലും ചവിട്ടലും കുത്തുമൊക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ. പെണ്ണല്ലേ, എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി, നമ്മളൊന്നും മയത്തിൽ നിന്നാ മതി. പയ്യെ തിന്നാ പനയും തിന്നാ. എന്തിനാ പന തിന്നണ? പനി മാറാൻ. എടാ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ. നീയേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതി അവൾ ഒന്നും കൂടി കാണുക. വല്ലതും പറഞ്ഞാലോ? എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി വന്നിരിക്കുന്നത്? ദാ ഇതി കൂടി കേട്ട് ഇതി കൂടി കളയാൻ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാൻ. ഓ എടാ, അതല്ല പറഞ്ഞത്. നീ ചെന്ന് അവളെ ഒന്നുകൂടി കാണാൻ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് കേൾക്കണമെന്നില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. അന്ന് ആ കത്ത് എഴുതിയത് ഞാനല്ല. ഓ, അപ്പൊ നന്നായി നോണേ പറയില്ലേ? അല്ല, സത്യാണ്. അത് ശങ്കരൻ എഴുതിയതാ. എഴുത്തും വായനയൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിലെ ഒരു സൂക്കേടുകാരനായിട്ട് സ്കൂളിൽ പഠിക്കാൻ ആരും എന്നെ വിട്ടില്ല. ചെയ്ത തെറ്റന്നെയാ. അത് പഠിപ്പും വിവരമില്ലാത്ത ഒരുത്തന്റെ മണ്ടത്തരായിട്ട് കരുതിയാ മതി. ഓർക്കണം. ഒരൊറ്റയടി ഞാൻ വെച്ചേരൂട്ടോ, വെറുതെ ഓടുന്നു പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ. തമാശയല്ലേടി, കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. ഓ പിന്നെ, വലിയൊരു കാര്യം പറിച്ചില്. വേറെ പണിയില്ലേ? അതോ പലിശക്കാരാ? അത് നമ്മളെ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്നിങ്ങോട്ട് വരട്ടെ, അവിടെ പഠിപ്പിയാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ. നിന്റെ അച്ഛനല്ലേ എവിടെ? പോണു. അയ്യോ, എന്റെ അച്ഛൻ തന്നെയാ. നമ്മളെ കണ്ടോ ആവും. ഞാൻ വേഗം ചെല്ലട്ടെ, ഇതിനൊരു എളുപ്പവഴി രാവിലെ. നേരത്തെ നിനക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞു. നീ അല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് കഴിച്ചോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. ഓ, ഏത് നേരത്തെ മുടിഞ്ഞൊരു അഴിച്ചുപണി. എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ. ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊണ്ടേ ഉരുമ്പട്ടോൾ. എന്താ വളർത്തടി മക്കളെ, ലാളിച്ച് വളർത്തി ഉണ്ടാക്കടി. സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ കാര്യം പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോമാരുടെ കൂടെ മരത്തിന്റെ ചോട്ടിന്നാ. 4 അക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി. പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി അവള് പരത്തട്ടപ്പം പപ്പടം. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കായി ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണാ. അതാ കുഴപ്പം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടി നിൽക്കണു. നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? അവളെ ക്ലാസ് കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. അവൾ അവിടെ ഇരുന്ന് പഠിക്കേ. ശ്രീദേവി മോളെ. എന്താ മോളോട് വന്നേ. എന്താ? എടാ ചന്തു, എന്താ മാമ? നിനക്ക് കണ്ണ് വല്ല കുഴപ്പമുണ്ടോ? കണ്ണിക്കേതെന്താ ഉപ്പ മാതി. ഇതെത്രയാ? 10. ഇതോ? അത് അമ്മാവൻ തന്നെ പതാ. നമ്മൾ അവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേടാ? അല്ലാന്ന് തോന്നുന്നു. ഇത്ര പൊക്കമില്ല, വണ്ണം കുറച്ച് ജാസ്തിയാ. പപ്പതത്തിന്റെ നടാ. അത് വേറെ വല്ല പെണ്ണുങ്ങൾ വരച്ചു കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കണ്ണിലട്ടം കണ്ട് കണ്ണ് കാണിക്ക് വലിക്കുക. കുട്ടിയെ പറഞ്ഞ് നടക്കുക. പോട്ടക്കണ്ണെ ഞാൻ കുഴഞ്ഞു. മാവ് കുഴക്കത്തെ. നീ കുഴയ്ക്ക.
നമുക്കിതിലേ പോവാ ചേച്ചി. പൊടി ആ വഴി പോവാം. നിനക്കറിയില്ല. ആ ദേ ആയിരിക്കും നാളെ കണ്ടോ? ആ അതാരാ? ആരാ നിങ്ങള്? ആരാന്നാ ചോദിച്ച? എവിടത്തെയാ നിങ്ങള്? ഞങ്ങളോടത്തെയാ. ഇത് എവിടെ നിന്ന് ഇറക്കുമതി ഇങ്ങനെ ഒരു സാധനം? വിടറി. ഒരു ദിവസം എത്ര വീട്ടിൽ നിന്ന് പഴം കക്കാറുണ്ട്? പഴ ഇത് കളിയാക്ക? പറയടോ, എത്ര വീട്ടിൽ നിന്ന് കക്കാറുണ്ട്? പോടി അവിടുന്ന്. ഭീകരി പിശാചുകള് മനുഷ്യനെ പഞ്ചറൊട്ടിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്താ ഇവിടെ നിക്കണേ? ഏതാ കുട്ടികള്? അനിയത്തികളാ. എല്ലാം പറഞ്ഞു കൊടുത്തൂല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തോന്നല്ല, മുത്തശ്ശൻ പറയുന്നത് കേട്ടതാ അവര്. എന്ന് റിപ്പയറിംഗ് ആണല്ലോ, ഇത് വിറ്റ് പുതിയ തന്നെ വാങ്ങിച്ചൂടെ? വാങ്ങണം, പക്ഷെ ഇവനെ ഞാൻ ആർക്കും കൊടുക്കില്ല. 8 കൊല്ലം ഇവൻ എന്റെ കൂടെ. ബെല്ലും ബ്രേക്കൊന്നും ഇല്ല, പക്ഷെ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല അവൻ. എന്തെങ്കിലും ചതിച്ചാലോ? ചതിക്കില്ല, ഉറപ്പുണ്ട് എനിക്ക്. എന്താ ഇത്? പൊള്ളിയതാ? ഏയ് അല്ലല്ല, മറുകാണ്. നല്ല കാക്കക്കറുപ്പ് തന്നെ. മുഖത്ത് ഇങ്ങനെ മറുകുണ്ടാവണത് ഭാഗ്യക്കേടെന്നാ എല്ലാരും പറയണത്. അതൊക്കെ വെറുതെ പറയാ. ഭാഗ്യമുള്ളതുകൊണ്ടല്ലേ സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ഉള്ളത്. ഇന്ന എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഇപ്പോഴും ഉണ്ട്. അത് ഈ കാക്കക്കറുമ്പനോടല്ല. അപ്പൊ ഇനി 2 മാസം കഴിഞ്ഞ് പോയാ പിന്നെ ഇങ്ങോട്ട് വരികയില്ല? അല്ല ഇനിയിപ്പോ പോയില്ലാന്ന് വെക്കാ, അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യടാ, പോയിട്ടില്ലെങ്കിൽ പിന്നെ അസലായി. എനിക്ക് പഠിക്കാനുള്ളതാ. പഠിച്ച് ഡിഗ്രി എടുത്ത് ഒരു വലിയ ഡോക്ടർ ആവണം, എന്റെ അച്ഛനെ പോലെ. നിന്റെ അച്ഛൻ ഡോക്ടറാ? പിന്നെ അതറിയില്ലേ, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഡോക്ടർ എന്റെ അച്ഛനാ. എന്താ പേര്? ഡോക്ടർ മാധവൻ, BSc MBBS. അപ്പൊ നിങ്ങളുടെ വീടൊക്കെ ടെറസാവൂല്ലേ? അതെല്ലോ. കാറൊക്കെ ഉണ്ടോ വീട്ടില്? എന്ത് നിറോ? ചുവപ്പ് മാരുതി സെൻ. വേറെന്തൊക്കെയുള്ള? ഈ പഞ്ഞിക്കെട്ട് പോലത്തെ രോമുള്ള നായ്ക്കുട്ടിയൊക്കെ ഉണ്ടോ? നായ്ക്കുട്ടിയുണ്ട്, ഫോണുണ്ട്, പിന്നെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ആ പിന്നെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഡ്രൈവറും കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ആട്ടെ, രമേശന്റെ വീട്ടിൽ എന്തൊക്കെയുള്ളത്? എന്റെ വീട്ടില് അത് പിന്നെ ഡേ നോണ പറയാൻ പാടില്ല കേട്ടോ. ഇല്ല, എന്റെ വീട്ടില് ഞാൻ അത് പിന്നെ. ദേ എന്തിനാ മടിക്കണേ, പറഞ്ഞോളൂ. എന്റെ വീട്ടിലൊന്നുമില്ല, ആകെ ഒരു മണ്ട സൈക്കിളുണ്ട്, പിന്നെ പിന്നെ കുറെ പപ്പടപ്പൊടിയുണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളാ. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് 1 വയസ്സുള്ളപ്പോഴത്ര അച്ഛൻ മരിക്കണേ. അമ്മയ്ക്ക് 2ാമത് കല്യാണം കഴിഞ്ഞു. അതിൽ കുട്ടികൾ വേറെ ഉണ്ട്. ചെറിയച്ഛൻ എന്നും എന്നെ വെറുപ്പാ, എന്നെ തീരെ ഇഷ്ടമല്ല, എപ്പോഴും എന്നെ ചീത്ത പറയും. വിഷമായില്ലേ? സാരില്ല, എല്ലാവർക്കും അവരവരുടേതായ കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കണ കുറെ സ്വപ്നങ്ങൾ മാത്രമാണ്. രമേശിനെ പോലെ തന്നെയാ ഞാനും. എനിക്ക് 2 അനിയത്തികളാ. അച്ഛനെ കൊണ്ട് ഒരു കാര്യമില്ല. ഓർമ്മ വച്ച മുതല് വീട്ടിലെന്നും അമ്മയായിട്ട് ബഹളമാണ് അച്ഛൻ. ഒരിക്കല് അച്ഛന്റെ അടി കൊണ്ട് അമ്മ സുഖമില്ലാതെ കിടപ്പിലായി. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കാനും വീട്ടിലെ പണിക്കുമായിട്ട് എന്റെ പഠിപ്പ് നിർത്തി. കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോണ കാണുമ്പോ സങ്കടം സഹിക്കാണ്ട് കുറെ കരയും. എപ്പോഴോ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കണം. ഒരു ദിവസം മാഷി വീട്ടിൽ നേരിട്ട് വന്ന് എന്നെ വീണ്ടും പഠിപ്പിക്കണമെന്ന് അച്ഛനെ നിർബന്ധിച്ചു. ഇന്ന് സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഞാനാ. എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും ശരി, എനിക്ക് പഠിക്കണം. പഠിച്ചൊരു ഡോക്ടർ ആവണമെന്ന ആഗ്രഹം. നടക്കുമെന്നറിയില്ല. തീർച്ചയായും നടക്കും. വലിയ ഡോക്ടറൊക്കെ ആയാല് നമ്മളെയൊക്കെ ഓർക്കുവോ? ഓർക്കും. സ്കൂളിൽ പഠിക്കാത്ത ഈ കാക്കക്കറുമ്പനെ മറക്കില്ല. അല്ല എന്റെ അമ്മേ,
നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണ? അത് സൈക്കിളിൽ നിന്നൊന്ന് വീണതാ. അത് ശരി. ഇതെന്താ കയ്യില് പറ്റിയത്? ഓ, അത് 4 ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് വീണതാ. പരിക്കാൻ തേച്ച് ബിൽഡിംഗ് തീർന്ന അറിഞ്ഞില്ല. കാല് വഴി താഴേക്ക് പോയി. അയ്യോ, ചാവണ്ടതായിരുന്നു. നല്ല കാലത്തിന് ഇത്രേ പറ്റുള്ളൂ. യവന് നല്ല കാലം തന്നെയാണ് രമേശ. അല്ലെങ്കിൽ പിന്നെ 10-50 അടി ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിലും ഒത്താവിട് പൊടിയായേനെ. അപ്പൊ വെള്ളത്തിലേക്കോ? ഞാനോ? രാഘവൻ പിച്ചു പോയി പറയണം. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്യും? അതിന് കോമളെടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത്, കുളത്തിലല്ലോ. നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വാടാ. അല്ല, എങ്ങോട്ടാ രാഘവൻ ഈ കൊലയും തൂക്കി പിടിച്ചോണ്ട്? കുളക്കടവിലേക്ക് കുളി കാണാൻ. ആ, ഞാൻ വിചാരിച്ചു കോമളെടുത്തിന്റെ നീ വീട്ടിലേക്കായി. വാടാ. നീ വാടാ. ചെല്ലടാ. ചോന്ത്. പഴം പോയി കുള്ളാ. വേഗം വാടാ. ആള് കുള്ളനാണെങ്കിലും അടിപൊളി വല്ലേ വല്ലേ. നിന്റെ കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഉണ്ടെങ്കിൽ ഒരു 100 റുപ്യ താടാ. 100 റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശേനെ. കണ്ടില്ലേ, ഒക്കെ മങ്ങി തുടങ്ങി. സമയം എത്ര ആയിട്ടുണ്ട്? ഒരു 8-8 ആയിട്ടുണ്ടോ? അയ്യോ, കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പങ്കജവലി ലീവിന് വന്നിട്ടുണ്ട്. ഇതെന്താ രമേശ കഴുത്തിലൊരു കുടുക്ക്? വീണതാ. സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി. നീ ആരെ ഈ നോക്കണത്? ഒന്നുമില്ല. ആ കുട്ടി എവിടെ അമ്മയുടെ? ഏത് കുട്ടി? അല്ല, നിങ്ങളുടെ മീനാക്ഷി. ആ, അവൾ ഇന്നലെ പോയി. അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 2 മാസം കഴിഞ്ഞിട്ട് പോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതച്ഛനാ കൂട്ടിക്കൊണ്ടുപോയത്? ഏതച്ഛനെന്നോ? അവൾക്കൊരച്ഛനേ ഉള്ളൂ, ആ കള്ളുടിയ മാധവൻ. നീ കണ്ടിട്ടുണ്ടാവൂലോ? ഞാനോ? ആ, അവനല്ലേ ഇന്നലെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കിയത്. ആര് പറഞ്ഞു? ആ, എനിക്കറിയാം. ഞാൻ പോവാ. രമേശ് അവിടെ നിൽക്ക്. നീ നല്ല കുട്ടിയാ. നല്ല കുട്ടികൾ നല്ല ശീലത്തിൽ വളരണം. ബുദ്ധിമോശം കാട്ടി ചീത്തപ്പേരുണ്ടാക്കരുത്. നീ എന്ത് വർത്താനായി പറയണത്? വിവരക്കേട്. അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. റിസ്ക് അല്ല, ബന്ന്. എടാ, അങ്ങനെ അവിടെ പോയാല് തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന്. ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല, നോട്ട്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നാ പോയി കാണ്. എടാ, എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത്? നമുക്ക് 2 ആൾക്കും കൂടി പോവാന്നേ. എന്നിട്ട് വേണം ബാക്കിയുള്ള കൈയും കാലും ഒടിഞ്ഞ് വല്ല മുക്കിലും മുലലും കിടക്കാൻ. ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്. അത് ഇല്ലാതാക്കല്ലേ രമേശ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ എന്റെ കൂടെ ഒന്ന് വരണം. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഒന്ന് കാണാനാടാ. അത്രക്ക് ഇഷ്ടാ നിനക്ക് അവളെ? ആ. അവൾക്കോ? നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക എന്ത്? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ. അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല. എനിക്ക് സന്തോഷാടാ ശങ്കരു. അയ്യോ, ആഹാ, എന്താ പോയതട്ടാ? പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രമൊന്നും അല്ലടോ. 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്ന്. ആർക്ക്? അമ്മണിയമ്മയ്ക്കോ? അമ്മണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത്? അല്ല, ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല 1-ാം തരം മൃഗഡോക്ടർ അല്ലേ? അതെ, തനിക്കൊക്കെ പശു. ഇത് പശുവിനാടോ. അത് പുല്ലും തിന്നുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ. അപ്പൊ ഒരു പകരം സിഗരറ്റ് ചെന്നേ. ബീഡി വല്ല നിർത്തിയിട്ട് ഇപ്പൊ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന് നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ എപ്പോഴാ വരിക എന്ന് പറയാനൊക്കത്തില്ല. അല്ല, എണ്ണ പതിപോലെ കുറവുണ്ട്. അല്ല, നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ടാ, എന്താണോ പച്ചോന്താ നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലിപ്പ് ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ. പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മയ്ക്ക്? കടവയറ്റിലൊരു നീർക്കെട്ടേ